أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم കുഞ്ഞുമക്കളെ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കൊറോണ വൈറസ് കാരണം നമ്മുടെ മദ്രസ പഠനം ഇപ്പോൾ ഓൺലൈനിലാണല്ലോ നടക്കുന്നത്. എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും ക്ലാസ്സുകൾ കേൾക്കാറില്ലേ? അൽഹംദുലില്ലാഹ്, വളരെ നല്ലത്. എല്ലാവരും കേൾക്കാറുണ്ടല്ലേ? എല്ലാം ഭംഗിയായി പഠിച്ചിട്ടുണ്ടോ? ഓ, നന്നായി പഠിച്ചുവല്ലേ? എത്ര പാഠങ്ങളാണ് ഇതുവരെ എടുത്തതെന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ? എങ്കിൽ അംജദ് മോനൊന്ന് പറഞ്ഞാട്ടെ. ഉണ്ട് ഉസ്താദേ, നല്ല ഓർമ്മയുണ്ട്. ഉസ്താദ് 10 പാഠങ്ങൾ എടുത്തിട്ടുണ്ട്. ഓ, 10 പാഠങ്ങൾ പഠിച്ചോ? ശരി. ഓൺലൈൻ ക്ലാസ്സിലെ ഉസ്താദ് പാടിത്തരുന്ന പാട്ടുകളൊക്കെ നിങ്ങൾ പഠിക്കാറുണ്ടോ? എൻ്റെ കുഞ്ഞുമക്കൾ ഉസ്താദ് പാടിത്തരുന്ന പാട്ടുകൾ പഠിക്കാറുണ്ടോ? ഓ, അതും പഠിക്കാറുണ്ടോ? ശരി, എന്നാൽ നമ്മൾ അംജദ് മോനെ എന്നെ ഒരു പാട്ടൊന്ന് പാടിത്തന്നാട്ടെ. എല്ലാ പാട്ടും പഠിച്ചിട്ടുണ്ട് ഉസ്താദേ. ഞാനൊരു അദബുൻ പാട്ട് പാടിത്തരാം. അദബുൻ എന്നാൽ മര്യാദ, ആദ്യം വേണ്ടത് മര്യാദ. അദബില്ലാതെ വളർന്നാൽ നമ്മൾ ആളിക്കത്തും തീയതിലാൻ. പണ്ടൊരു വിരുദൻ ഇബ്ലീസ് അദബില്ലാതെ വളർന്നപ്പോൾ പരലോകത്തെ സ്വർഗമിൽ നിന്ന് ആട്ടിയോടിച്ചവനല്ലാ. അല്ലാ അല്ലാ റഹ്മാനെ, അദബിൽ ആദ്യം ആയാണ്. അദബുള്ളവരായെന്നും ഞങ്ങളെ ആക്കിടേണേ മന്നാനെ. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നന്നായിട്ടുണ്ട്. അംജദ് മോൻ്റെ പാട്ട് വളരെ ഉഷാറായിട്ടുണ്ട്. അട്ട് നിങ്ങൾ പാഠങ്ങളെല്ലാം നന്നായി പഠിച്ചിട്ടുണ്ടോ? ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. ഞാനൊരു മോഡൽ പരീക്ഷ നടത്തുകയാണ് ഇന്ന്. സമ്മതല്ലേ? റെഡി? എല്ലാവരും റെഡിയാണല്ലോ? റെഡി. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അദബുൻ എന്ന വാക്കിൻ്റെ അർത്ഥം സനമോളൊന്ന് പറഞ്ഞാട്ടെ. അദബുൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞാട്ടെ. ഉസ്താദേ, അദബുൻ എന്ന വാക്കിന്റെ അർത്ഥം മര്യാദ എന്നാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സനമോള് പറഞ്ഞത് വളരെ ഉഷാറാണ്. അദബുൻ എന്നാൽ അതിൻ്റെ അർത്ഥം മര്യാദ എന്നാണ്. എന്നാൽ നമ്മൾ മഹ്ദുൻ എന്നൊരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നല്ലൊരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് മഹ്ദുൻ എന്നൊരു പാഠം പഠിച്ചിട്ടില്ലേ? ദിയമോള് മഹ്ദുൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞാട്ടെ. മഹ്ദുൻ എന്ന വാക്കിന്റെ അർത്ഥം തൊട്ടിലാണ് ഉസ്താദേ. ഓ, ദിയമോള് പറഞ്ഞത് വളരെ ഉഷാറാണ്. മഹ്ദാണ് തൊട്ടിൽ. തൊട്ടിൽ നമ്മളൊക്കെ ചെറിയ കുഞ്ഞിയാളാവുമ്പോൾ തൊട്ടിൽ ഇങ്ങനെ ആടലുണ്ടല്ലോ. അട്ട് നമ്മളെ വീട്ടിൽ നമ്മളെ ഫാൻറ്റ് അല്ലെങ്കിൽ കുപ്പായം, പാവാട, ചുരിദാർ പോലത്തതൊക്കെ കീറിയാൽ അത് ഉമ്മ തുന്നിത്തരലുണ്ട് അല്ലേ? ഉമ്മ തുന്നിത്തരുന്ന ആ തുന്നാൻ ഉപയോഗിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിന് അറബിയിൽ പറയുന്ന ഒരു പേരുണ്ട്. അട്ട് നമ്മളെ ജിനുമോള് അതിൻ്റെ അറബി പേരൊന്ന് പറഞ്ഞാട്ടെ. നമ്മളെ ജിനുമോള് തുന്നിന സൂതിക്ക് ഇബറാണ് പറയൂ ഉസ്താദേ. ഓ, ജിനുമോള് പറഞ്ഞത് വളരെ ഉഷാറായിട്ടുണ്ട്. എന്നാൽ ഇനി ഞാനോ ചോദിക്കട്ടെ, വീടുണ്ടാക്കാൻ ചുമരൊക്കെ പടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സാധനത്തിനെ പറ്റി നമ്മൾ മദ്രസയിലെ പുസ്തകത്തിൽ നമ്മളൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആ സാധനത്തിൻ്റെ പേര്, അറബിയിലുള്ള പേര് ഫിദുമോനൊന്ന് പറഞ്ഞാട്ടെ. ചുമരുണ്ടാക്കാൻ ഇഷ്ടികല്ലേ, അതിന് ലബിനുൻ എന്നാണ് ഉസ്താദെ പറയാ.
ഓ ഫിദുമോൻ പറഞ്ഞത് വളരെ ഉഷാറായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും നല്ലവണ്ണം ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ട്. ശരി, എന്നാൽ ഞാൻ ഒറ്റൊരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കും. നമ്മൾ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജഗ്ഗില്ലേ, ആ ജഗ്ഗിന് പറയുന്ന പേര് എൻ്റെ പൊന്നുമക്കളൊന്ന് പറഞ്ഞാട്ടെ. എന്താ പറയാ? ഓ, വളരെ ഉഷാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പരീക്ഷയാണ് അടുത്ത് വരാനിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മുടെ പരീക്ഷ. എല്ലാവരും ഉഷാറായിട്ട് പരീക്ഷ എഴുതണം. ഇൻഷാ അല്ലാ നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സമ്മാനം ഉസ്താദ് തരും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും സംഗമിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 3 സലാത്തോടു കൂടി നമുക്ക് പിരിയാം കേട്ടോ. ചെല്ലു മക്കളെ സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.